ഇപ്പോൾ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് UDF-ന്റെ മാർച്ച് നടക്കുന്നു. അതിലേക്കാണ് തത്സമയം. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഈ പ്രതിഷേധം എങ്ങോട്ടേക്കാണ്? വിശദാംശങ്ങൾ. അനുജ, ഈ ബ്രൂവറി വിഷയം, അത് പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി അനുവദിച്ചുകൊണ്ട് സർക്കാർ നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസും UDF-ഉം പരസ്യമായി രംഗത്തെത്തുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്, നിയമസഭയിലേക്കുള്ള മാർച്ചാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ നിയമസഭയ്ക്ക് മുന്നിൽ തന്നെ ബാരിക്കേഡ് കെട്ടി പോലീസ് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ആ ബാരിക്കേഡ് മറിച്ചിടാൻ, അത് ഭേദിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ജലപീരങ്കിയുടെ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ മറ്റു നേതാക്കളൊക്കെയുണ്ട്. ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആണ് ഈ സമരം കോൾ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ നിയമസഭയിലേക്ക് മാർച്ച് നടക്കുന്നത്. നോക്കൂ, ആ നിയമസഭാ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അത് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചത്. അവരിവിടേക്ക് എത്തി ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നടത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്തത് മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നു. അനുജ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരം ഒരു സൂചനയാണെന്ന് യൂത്ത് കോൺഗ്രസും വ്യക്തമാക്കുന്നത്. കാരണം നിയമസഭാ സെഷൻ ആരംഭിച്ചിരിക്കുന്നു. നിയമസഭയിൽ ഇന്ന് ഒരു പരാമർശം മാത്രമാണ് ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വന്നു പോയത്. അടുത്ത ദിവസങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാകാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം പാലക്കാട് എലപ്പുള്ളിയിൽ ഇത്തരത്തിൽ ഡിസ്റ്റിലറിക്ക് സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം, അത് പ്രതിപക്ഷം അതിരൂക്ഷമായി തന്നെ നിയമസഭയിൽ ഉയർത്തും. നിയമസഭയ്ക്കുള്ളിൽ മാത്രമല്ല പുറത്തും ആ സമരം കടുപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ സമരത്തെ കാണാം. നിയമസഭയിലേക്കുള്ള ഈ സമരത്തെ കാണാം. അടുത്ത ദിവസങ്ങളിൽ സജീവമാക്കാൻ പോവുകയാണ് നിയമസഭയുടെ സഭാ സെഷനുകളും മറ്റും. രണ്ടാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബ്രൂവറി അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വാക്പോര് നിലനിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസ് നേതാക്കൾ അതുപോലെ ഈ എക്സൈസ് മന്ത്രി MP രാജേഷുമായിട്ടുള്ള വാക്പോര് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയത് കണ്ടതാണ്. അതിനെ MP രാജേഷ് അത് പ്രതിരോധിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ തർക്കത്തിന്റെ ഭാഗമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഉണ്ടായിട്ടില്ല ഈ അനുമതി നൽകുന്നതിൽ. ഇതിൽ ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള വാദങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. അതൊന്നും സ്വീകാര്യമല്ല എന്നത് യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിക്കുന്നു. ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോണം. അതായത് ഈ ഒരു പ്രവർത്തകൻ അദ്ദേഹം ഈ വരുൺ വാഹനത്തിന് നേരെ വലിച്ച് എറിയുകയാണ്. എന്താണെങ്കിലും ആ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകണം. ഈ ബ്രൂവറി അനുവദിച്ച തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നുള്ളതാണ്. പാലക്കാട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒക്കെ കാണുന്നുണ്ട്, BJP-യുടെ നേതൃത്വത്തിലുള്ള സമരം അവിടെ കാണുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസും BJP-യും ഒക്കെ പരസ്യമായി തന്നെ ഈ വിഷയവുമായി രംഗത്തെത്തുന്നു. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നാണ് സംസ്ഥാനത്ത് ഡിസ്റ്റിലറി ആരംഭിക്കാനുള്ള തീരുമാനം. ആ മദ്യനയത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്ന് മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ആ പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെയുള്ള നേതാക്കളെ കാണാം. പ്രവർത്തകരുടെ എണ്ണം കൊണ്ട് കുറവ് എങ്കിൽ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അടുത്ത ദിവസങ്ങളിൽ ഇനി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി കോൾ ചെയ്യുന്ന സമരം ഈ നിയമസഭയിലേക്ക് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വീണ്ടും മാർച്ചുണ്ട്. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ കാര്യമായ പ്രക്ഷോഭം ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട ആ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ ഉത്പാദനശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. പോലീസ് 2 തവണ ജലപീരങ്കി